ഇന്ന് ധനഹാകാലത്തിൻ്റെ രണ്ടാമത്തെ ഞായറാഴ്ച. സ്നേഹമുള്ളവരെയും വചനം ഓർമ്മിപ്പിക്കുന്നു. യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 1 മുതൽ 28 വരെയുള്ള തിരുവചന ഭാഗം. ആദിയിൽ വചനമുണ്ടായിരുന്നു, ആ വചനം നമ്മിലേക്ക് മാംസമായി ഭവിക്കപ്പെടുന്നു. എൻ്റെ ഹൃദയത്തിലേക്ക് ഞാൻ കേൾക്കുന്ന വചനമൊക്കെ മാംസമായിട്ട് ഭവിക്കപ്പെടണം. പരിശുദ്ധ അമ്മയുടെ ഉദരത്തിൽ അമ്മ കേട്ട വചനമാണ് രക്ഷയായി രൂപപ്പെട്ടതും അത് രക്ഷയായി പുറത്തേക്ക് ജനിച്ചതുമൊക്കെ. നാമൊക്കെ ദൈനംദിനം കേൾക്കുന്ന വചനങ്ങളൊക്കെ എത്രമാത്രം ഫലദായകമായിട്ടുണ്ടെന്ന് നമ്മോട് തന്നെ ചോദിക്കാം. വചനം ഓർമ്മിപ്പിക്കുന്നു, കൃപയും സത്യവും മിശിഹാ വഴി മാത്രം. ഇന്നുവരെ നീ നേടിയതും വെട്ടിപ്പിടിച്ചതുമൊക്കെ നിൻ്റെതാണെന്ന് ചിന്തിക്കുമ്പോൾ ഓർത്തുകൊള്ളുക, ഒക്കെ ദൈവത്തിൻ്റെ ദാനമായിരുന്നു. ദൈവിക പദ്ധതികളുടെ പൂർത്തീകരണമായി നിനക്ക് കിട്ടിയ സൗഭാഗ്യങ്ങളും സമൃദ്ധികളുമൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്ന് തിരിച്ചറിയുമ്പോഴാണ് നന്ദി നമുക്കുണ്ടാവുക. ഇന്ന് നന്ദിയൊക്കെ വളരെ പരിമിതമാണ്. എല്ലായ്പ്പോഴും താൻ പോരിമയുടെയും സ്വാർത്ഥ ലാഭങ്ങളുടെയും ഒക്കെ നാട്ടിൽ നാം ആയിരിക്കുമ്പോൾ ദൈവസന്നിധിയോട് നന്ദിയുള്ളവരാകുവാൻ ഇന്നുവരെയും കിട്ടിയതൊക്കെ ദൈവത്തിൻ്റെ ദാനമാണെന്നുള്ള തിരിച്ചറിവിലാകുമ്പോഴാണ് ജീവിതം അനുഗ്രഹമായിട്ട് മാറ്റപ്പെടുക. സ്നേഹമുള്ളവരെ, വചനം ഓർമ്മിപ്പിക്കുന്നു, കേൾക്കുന്ന വചനം മാംസമായി രൂപപ്പെട്ട് അവിടെ അത് രക്ഷയ്ക്ക് കാരണമാവണം. നിൻ്റെ ഓരോ സങ്കടങ്ങളുടെയും പുറകിൽ ഒരു വലിയ ദൈവീ പദ്ധതി ഉണ്ടെന്നുള്ള തിരിച്ചറിവിൽ അതൊക്കെ നിൻ്റെ നന്മയ്ക്ക് വേണ്ടി മാത്രമാണെന്നും ഓരോ ഇടത്തും കൃപയും മഹത്വം ഉണ്ടാകുവാൻ, ദൈവത്തിന് മഹത്വം കൊടുക്കുവാനുള്ള ഒരു കാരണമാക്കി നമ്മുടെ ജീവിതത്തെ മാറ്റാം. ദൈവത്തോട് കൂടെ ആയിരുന്നു പ്രാർത്ഥിക്കാം. ദൈവം അനുഗ്രഹിക്കട്ടെ. നമ്മുടെ കർത്താവ് ഈശോയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മുടെ കൂടെ എന്നും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.